ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പൊടി വെച്ചിട്ടുള്ള രണ്ട് തരത്തിലുള്ള കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് അരിപ്പൊടി വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ആദ്യം 1 കപ്പ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേർത്താൽ ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ലൂസിലാണ് ഇരിക്കുന്നത്. കുറച്ച് കട്ടിയിലുള്ള കിണ്ണത്തപ്പാണ് വേണ്ടതെങ്കിൽ ഇത്രയും ലൂസിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ലൂസാക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ജീരകത്തിൻ്റെ ഫ്ലേവർ മാത്രമാണ് കിണ്ണത്തപ്പത്തിന് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് കിണ്ണത്തപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് നന്നായിട്ട് ഗോതമ്പ് പൊടി കൊണ്ടുള്ള കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പീസ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ളത് കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ 2 കപ്പിന് പകരം 1.25 കപ്പ് എടുത്താൽ മതിയാവും. ഇനി അരിപ്പൊടി കൊണ്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കുക്കായാൽ ഇത് റെഡിയായി കിട്ടും. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ള കിണ്ണത്തപ്പമാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വേണം നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. വളരെ നൈസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്